സോ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ടു യൂസ് ആക്ച്വലി. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന, വെറുതെ എടുത്ത് ഉപയോഗിക്കുന്ന സാധനം ആക്ച്വലി അല്ലെങ്കിൽ ആക്ച്വലി കണ്ടോ, ഓരോ ടോണിൽ ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കാരണം ഒരുപാട് ആൾക്കാർ ഇത് വെറുതെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ശരിക്കും ഇതിൻ്റെ ഉപയോഗം എവിടേക്കാണെന്ന് നമുക്കിന്ന് നോക്കാം. അതിനെല്ലാത്തിനും മുമ്പേ എല്ലാവർക്കും സ്വാഗതം ക്യാപ്ഷൈനിലേക്ക്. ക്യാപ്ഷൈൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ഫൺ, ക്വിക്ക്, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ നിങ്ങളെ തന്നെ കാണാൻ പറ്റും. സോ എൻ്റെ പേര് രമ്യ, നമുക്ക് സെഷനിലേക്ക് കിടക്കാം. എന്താണ് ഈ വേർഡ് ആക്ച്വലി? അതായത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആസ് ദ ട്രൂത്ത് ഓർ ഫാക്ട്സ് ഓഫ് എ സിറ്റുവേഷൻ, അതായത് സത്യം അല്ലെങ്കിൽ വസ്തുത, ഇത്തരം കാര്യങ്ങളെ പറയുന്ന ഒരു സിറ്റുവേഷന് വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ശരിക്കും യൂസ് ചെയ്യുന്നത്. ലൈക്ക് മീൻസ് റിയലി ഓർ ഇൻ ഫാക്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ സത്യം, ശരിക്കും ആയിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ പൊതുവെ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് വെറുതെ എടുത്തിടുന്നതാണ്. പക്ഷെ എന്നാലും കുറച്ച് സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂസ് ആക്ച്വലി ടു സ്റ്റേറ്റ് എ ഫാക്ട് സ്ട്രോങ്ലി. ഒരു ഫാക്ട്, അതായത് ഒരു വസ്തുത, അതല്ലേ ഫാക്ടിൻ്റെ മലയാളം, സ്ട്രോങ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നോർത്ത് അമേരിക്ക ഇസ് ആക്ച്വലി വെരി ക്ലോസ് ടു റഷ്യ. നോർത്ത് അമേരിക്ക, റഷ്യ. നമ്മൾ വേൾഡ് മാപ്പ് കാണുമ്പോൾ ശരിക്കും ആ ഗ്ലോബിൻ്റെ ഉരുണ്ട രീതിയിലല്ല, അതിനെ മാപ്പായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ആയിരിക്കും നോർത്ത് അമേരിക്കയും ഇവിടെ ആയിരിക്കും റഷ്യയുടെ ഭാഗം വരുന്നത്. പക്ഷെ അത് ഗ്ലോബ് ആയിട്ട് നമ്മൾ, അതായത് അതിനെ ലിറ്ററലി ആ ഒരു ഗ്ലോബ് മോഡലിൽ കാണുമ്പം അത് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി വെരി ക്ലോസ് ടു റഷ്യ ഇൻ ദ നോർത്ത് അമേരിക്ക. സോ ഇത്തരം രീതിയിൽ അതൊരു ഫാക്റ്റാണ്, അതൊരു സത്യമാണത്. അപ്പം അത്തരം രീതിയിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് അത് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റും. വേറെ എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അത് പോണതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ക്യാപ്ഷൻ്റെ 30 days ഫ്രീ ട്രയൽ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ടറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം, ഇൻട്രാക്ട് ചെയ്യാം, ഓൺ ദി സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുകൂടാണ്ട് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു പറ്റിയ പ്ലാറ്റ്ഫോമാണ്. കൂടാതെ ലേൺ ആൻഡ് പ്രാക്ടീസസ് ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് നിങ്ങളുടെ ഒരു മന്തിലെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതിനൊരു മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ. കൂടാതെ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു പേഴ്സണൽ കോച്ച് കിട്ടുന്നതായിരിക്കും. അവർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഡെയിലി മൈക്രോ ലെസൺസ്, പഠിത്തത്തിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള ഒരു വിദ്യയാണ്. ഇതെങ്ങനെ എവിടെ കിട്ടുന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഗ്രേറ്റ്. അടുത്തൊരു സംഭവം, യൂസ് ആക്ച്വലി ടു ഷോ സർപ്രൈസ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ നമുക്ക് ഉണ്ടാവുന്ന അത് ഒരു സർപ്രൈസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ജോൺ പറയണം ടുമോറോ ഇസ് വെൻസ്ഡേ, റൈറ്റ്? നാളെ ബുധനാഴ്ചയല്ലേ? അപ്പം അതും പറഞ്ഞാണ് നമ്മൾ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ആക്ച്വലി ടുമോറോ ഇസ് എ തേഴ്സ്ഡേ. ടുമോറോ ഇസ് എ തേഴ്സ്ഡേ, നാളെ തേഴ്സ്ഡേ ആണ്. ഇപ്പോൾ വെനസ്ഡേ അല്ലേ? ദൈവമേ, ഇപ്പോഴായിരിക്കും എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഓർത്ത് വരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കണം നാളെ വെനസ്ഡേ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി, അതായത് ശരിക്കും സത്യത്തിൽ പറഞ്ഞാൽ നാളെ തേഴ്സ്ഡേ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷോ സർപ്രൈസ് ആക്ച്വലി, അതായത് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്ച്വലി നാളെ തേഴ്സ്ഡേ ആണ് എന്ന് നമുക്ക് പറയാം ആ ഒരു ടോണിൽ. പിന്നെ യൂസ് ആക്ച്വലി ടു റെസ്പോണ്ട് ആഫ്റ്റർ തിങ്കിങ് അഗൈൻ. അതായത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും, അതൊരു ഉദാഹരണം കണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. Can I borrow your pen please? No, wait a sec. Actually, I have one right here. Thanks. കണ്ടോ, നമ്മൾ എനിക്കൊരു പേന കിട്ടപ്പെട്ടു. അല്ല, ഒരു മിനിറ്റ്, എൻ്റെ ഓൾറെഡി ഉണ്ട്. കണ്ടോ, നമ്മൾ പെട്ടെന്ന് ഒന്നുകൂടെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് അയ്യോ എൻ്റെ ഓൾറെഡി ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ആക്ച്വലി ഐ ഹാവ് വൺ റൈറ്റ് ഹിയർ, താങ്ക്സ്. സോ ഇത്തരം രീതിയിൽ, അതായത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമ്മളൊരു കോൺവെർസേഷൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. വേറൊരു രീതിയിൽ യൂസ് ആക്ച്വലി ടു മീൻ റിയലി, അതായത് ശരിക്കും എന്നുള്ളൊരു അത്തരം സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇറ്റ്സ് എ മിറക്കിൾ യു ആക്ച്വലി എസ്കേപ്ഡ് അൺഹേർട്ട് ഇൻ ദാറ്റ് ആക്സിഡന്റ് ലാസ്റ്റ് വീക്ക്. അതായത് ലാസ്റ്റ് വീക്കിൽ നടന്ന ആക്സിഡന്റ്, നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ശരിക്കും എങ്ങനെ രക്ഷപ്പെട്ടെന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇത്തരം രീതിയിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ ആൾക്കാരായിട്ട് സംസാരിച്ചാൽ അവർ വേറെ രീതിയിലെടുക്കും. അപ്പം ഇറ്റ്സ് എ മിറക്കിൾ യു ആക്ച്വലി എസ്കേപ്ഡ്, അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും പറയാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ ശരിക്കും രക്ഷപ്പെട്ടത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്, നമുക്ക് അങ്ങനെയും പറയാം.
കുറച്ചുകൂടെ ക്ലോസ് ഫ്രണ്ട്സിനോട് എന്നാലും നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലും നമുക്ക് പറയാൻ പറ്റും. സോ ഇത്തരം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക് ആക്ച്വലി യൂസ് ചെയ്ത് ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്ക് എന്താ പറയുക പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വാക്കാണ് ആക്ച്വലി. ഗ്രേറ്റ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. കാരണം കമൻറ്റ് വഴിയാണ് നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും നമുക്ക് അറിയാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.